മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രി എന്നതിനേക്കാൾ ഉപരി മലയാളികളുടെ പ്രിയപ്പെട്ട നടന്റെയും നടിയുടെയും മകൾ. സിനിമ അരങ്ങേറ്റത്തിന് മലയാളികൾ കാത്തിരിക്കുന്ന മറ്റൊരു താരപുത്രി. ഇതാണ് കുഞ്ഞാറ്റയെക്കുറിച്ച് പ്രേക്ഷകർക്ക് പറയാനുള്ളത്. തേജാലക്ഷ്മി എന്നാണ് പേരെങ്കിലും കുഞ്ഞാറ്റ എന്ന് വിളിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നിലനിൽക്കുന്ന ഒരു വ്യക്തി, അതുതന്നെയാണ് കുഞ്ഞാറ്റ. അച്ഛൻ്റെയും അമ്മയുടെയും വേർപിരിയൽ ആ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യം പലർക്കും കുഞ്ഞാറ്റയോട് ചോദിക്കണമെന്നുണ്ടായിരിക്കും. എന്നാൽ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു തെല്ല് പോലും തന്നെ അത് ബാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ് താരപുത്രി. അത്രമാത്രമാണ് അവരുടെ സ്നേഹം എനിക്ക് മേൽ ചൊരിഞ്ഞിട്ടുള്ളത്. അവരുടെ സ്നേഹം അത്രമേൽ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുമുണ്ട്. എപ്പോഴും അതെത്താൻ അവർ ശ്രമിക്കാറുമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കാറില്ല. വളരെ ചെറുതിലെ തന്നെ അമ്മ എന്നോട് അഭിനയിക്കണമോ നിനക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അഭിനയിക്കണമെന്ന് പറയാനുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറയാനുള്ളൊരു കാര്യമോ ഒന്നും തോന്നിയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ തന്നെ മടിയായിരുന്നു. എല്ലാവരും അതെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ആ വാർത്തയെക്കുറിച്ച് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും കുഞ്ഞാറ്റയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും വേർപിരിയലിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. വേർപിരിഞ്ഞതിനു ശേഷം ഭൂരിഭാഗം സമയവും കുഞ്ഞാറ്റ അച്ഛനോടൊപ്പം തന്നെയാണ്. മനോജ് കെ ജയൻ മറ്റൊരു വിവാഹം കഴിച്ച് കുട്ടിയും കുടുംബവും ഒക്കെ ആയപ്പോഴും അദ്ദേഹത്തിനെന്നും അദ്ദേഹത്തിൻ്റെ മകൾ മുന്നിൽ തന്നെയായിരുന്നു. കുഞ്ഞാറ്റ കഴിഞ്ഞ് മനോജ് കെ ജയൻ എന്തുമുള്ളൂ. അത് കുഞ്ഞാറ്റയും പറയും. എനിക്ക് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ കഴിഞ്ഞ് എന്തുമുള്ളൂ. ഞാൻ പറഞ്ഞാൽ അവർ എന്തും സാധിച്ചു തരും. അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. എനിക്ക് പലതും പഠിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീട്ടിൽ നിന്നും മാറി നിന്നത്. ഇപ്പോൾ ഞാൻ അച്ഛനോടൊപ്പം വിദേശത്തല്ല, അമ്മയോടൊപ്പമാണ്. ഇത്രയും വർഷവും ഞാൻ അച്ഛനോടൊപ്പം തന്നെയാണ് നിന്നത്. അച്ഛൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുമായി. ഇപ്പോൾ പണ്ട് അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ ഇപ്പോൾ അച്ഛൻ്റെ അരികിലേക്കും. അവർക്കെല്ലാവർക്കും ഞാൻ വേണം. എല്ലാവർക്കും എന്നെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പുത്രിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും ആശമ്മയ്ക്കുമൊക്കെ എന്നെ ഒരുപോലെ ഇഷ്ടമാണെന്ന് തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹത്തിലെല്ലാം തന്നെ ഞാൻ നിൽക്കുകയാണ്. ഓരോ തവണ കാണുമ്പോഴും ആ പ്രേക്ഷകരുടെ പ്രീതി എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. മനോജും ഉർവശിയും വേർപിരിഞ്ഞ ശേഷം പ്രായപൂർത്തിയാകും വരെയും മനോജിൻ്റെ സംരക്ഷണയിലായിരുന്നു കുഞ്ഞാറ്റയുടെ ജീവിതം മുഴുവൻ തന്നെ. ആദ്യം ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള പെർമിഷൻ അച്ഛനാണ് ഞാൻ ചോദിച്ചത്. അന്ന് എൻ്റെ സ്കൂളിലെ സഹപാഠികൾക്കെല്ലാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് അച്ഛൻ സമ്മതിച്ചു. അങ്ങനെയായിരുന്നു അച്ഛനും അതിലേക്കൊരു തുടക്കം കുറിച്ചത്. ആദ്യം എല്ലാവർക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ആ ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു എല്ലാവരും. പിന്നെ അച്ഛൻ സമ്മതിച്ചു. ഞാൻ ചോദിച്ചാൽ അച്ഛൻ എന്തും സമ്മതിക്കും. കാരണം എന്നെക്കുറിച്ച് അധികം ലാളിച്ചാണ് അച്ഛൻ വളർത്തിയത്. ലാളനയും കൊഞ്ചലുമൊക്കെ കുറച്ചധികം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഇമോഷണലിന് പുറത്ത് കാണിക്കാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല ഞാൻ. സഹോദരങ്ങളെക്കുറിച്ച് തേജാലക്ഷ്മി വാചാലയായിട്ടുണ്ട്. ശ്രിയ, അമൃത്, ഇഷാൻ, ഇവരിൽ ആരോടാണ് അടുപ്പമെന്ന് ചോദിച്ചാൽ 3 പേരും എനിക്കൊരുപോലെയാണ്. അവർക്കും ഞാൻ വളരെയധികം പ്രിയപ്പെട്ടവളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും അതുപോലെ പറയുന്നുണ്ട് കുഞ്ഞാറ്റ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.